84-ൽ തിരുവനന്തപുരത്തെ മാനസിക രോഗാശുപത്രിക്ക് ഒരു മാറ്റം സംഭവിച്ചു. കാര്യം അതുവരെ മെഡിക്കൽ കോളേജിൻ്റെ കീഴിലായിരുന്ന ആശുപത്രി ഹെൽത്ത് സർവീസിലേക്ക് പോയി. 2 സെപ്പറേറ്റ് സർവീസാണ്. പക്ഷേ മെഡിക്കൽ കോളേജിന് വേണ്ടി അവിടെ ഒരു 100 ബെഡുള്ള ഒരു ടീച്ചിങ് ബ്ലോക്ക്, ഒരു ടീച്ചിങ് യൂണിറ്റ്, 100 ബെഡ്സ് എന്ന് വെച്ചാൽ 5 വാർഡ്, 20 ബെഡ് വീതമുള്ള, അതിൻ്റെ ചാർജ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, ഭരണ ചുമതല ഹെൽത്ത് സർവീസിന്. അപ്പോൾ അതൊരു ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ, ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ബാക്കി മെഡിക്കൽ കോളേജിൽ ഒരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി, ഒരു വളരെ മോശപ്പെട്ട ഒരു ബിൽഡിങ്ങും, ഏറ്റവും പരിതാപകരമായ അവസ്ഥ. ഇപ്പോൾ എൻ്റെ വെൽവിഷേഴ്സായിട്ടുള്ള പ്രൊഫസേഴ്സൊക്കെ ചോദിച്ചു, ആരെങ്കിലും ഇത് എടുത്ത് ഒരു പ്രൊഫസർ എന്നും പറഞ്ഞ് പോയിരുന്ന, അന്നത്തെ പി ജി സ്റ്റഡീസ് നടക്കുകയാണ്, ഡിപ്ലോമയാണ്, ആ കുട്ടികളെ നോക്കാൻ ആരുമില്ല, ഒരു അനാഥാവസ്ഥ. പക്ഷേ എൻ്റെ മനസ്സിലന്നും ഈ മെൻ്റൽ ആശുപത്രിയും അവിടെ എന്തെങ്കിലും നിംഹാൻസ് പോലെ ഒരു സ്ഥാപനം, അത് അവിടെ ആയാലും, പക്ഷേ അവിടെയാണ് എൻ്റെ മനസ്സിൽ കയറിയത്. പിന്നെ അല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് ഞാനപ്പം മാറി, ആ ഒരു മനസ്സിൽ കടന്നതുകൊണ്ടായിരിക്കും ഞാനങ്ങ് പോയി അവിടെ നിന്ന് പിന്നെ ഒരു 16 വർഷം ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല എനിക്കായിരുന്നു. അത് ഒരു ഭയങ്കര ഒരു യജ്ഞമായിരുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചപ്പോൾ ഒന്നുമില്ല. മെഡിക്കൽ കോളേജിൽ വളരെ തുച്ഛമായ പരിമിതമായ സൗകര്യങ്ങൾ, ഒരു പൊട്ടിപ്പൊളിഞ്ഞ ആസ്ബസ്റ്റോസ് ഷെഡാണ്. എല്ലായിടത്തും അങ്ങനെയുള്ള സ്ഥലത്താണ് എനിക്ക് വർക്ക് ചെയ്യാൻ സാധ്യത കിട്ടിയത്. പക്ഷെ അവിടെ ഒരു ഒ പി ഒക്കെ തുടങ്ങി. പിന്നെ മെഡിക്കൽ കോളേജിൽ കുറച്ചുകൂടെ നല്ല സ്ഥലം കിട്ടാൻ വേണ്ടിയുള്ള യുദ്ധങ്ങളായിരുന്നു. യുദ്ധം എന്ന് തന്നെ പറയാം. പിന്നെ മെൻ്റൽ ആശുപത്രിയിൽ ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസം ഒ പി നടത്തും. ഈ 100 രോഗികളെ നോക്കും. ഞങ്ങളുടെ സ്റ്റാഫ് സ്റ്റുഡൻസും ഡിവൈഡഡായിട്ട് 2 സ്ഥലത്ത് വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്തു. അപ്പോൾ 1985 അവസരത്തിൽ തിരുവനന്തപുരത്തൊരു വലിയ 84 എൻഡിലോ 85-ലോ തിരുവനന്തപുരത്തൊരു വലിയ മാറ്റം വന്നു. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അഴിമതികളെ പറ്റിയൊക്കെയുള്ള വാർത്തകൾ പത്രങ്ങളിൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞ വളരെ മുമ്പ്, ഞാൻ 71-ൽ ഒരു പത്രലേഖനെ എൻ്റെ ഫ്രണ്ടിനെ മെൻ്റൽ ആശുപത്രിക്കകത്ത് കടത്തി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു. അത് പാളിപ്പോയി. പത്രാധിപർ കാല് മാറി, അത് വരാതെ പോയി. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നുള്ള വാക്കൊന്നും വന്നിട്ടില്ല. അവിടെ ഒരുതരം കടത്തിക്കൊണ്ടുപോയി. അവനെ മെഡിക്കൽ സ്റ്റുഡൻ്റാണെന്ന്, ഡോക്ടറാണെന്ന് കാണിക്കാൻ വേണ്ടി പാൻറ്റൊക്കെ ഇടിയിച്ച് മുണ്ടെടുത്തുകൊണ്ട് നടന്നവനാണ്. ഒരു ക്യാമറയും കൊണ്ടുപോയി. പക്ഷേ ആ പടവും ഒക്കെ പിടിച്ചെടുത്ത് അത് ഒരു റിപ്പോർട്ടായിട്ട് കൊടുത്തതൊന്നും ഒരു പ്രമുഖ പത്രത്തിൻ്റെ പേര് പറയുന്നില്ല, പത്രാധിപരും ഫേമസാണ്. പക്ഷെ അതൊരു പ്രത്യേക സാഹിത്യ ആ സൂപ്രണ്ട് ഇത് ചെയ്ത്. അപ്പോൾ ഈ കഥയൊക്കെ മാറി. 83, 84 ആയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ 3 മെൻ്റൽ ആശുപത്രികളെ പറ്റിയുള്ള കഥകളിങ്ങനെ തുടർച്ചയായിട്ട് വന്നു. ജനത്തിന് ഇതായി തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം സഡനായിട്ട്, ഞാനിന്ന് കോട്ടയത്താണ്, മദർ തെരേസ ഒരു സൺഡേയോ ആണെന്നാണ് തോന്നുന്നത്, അതേ ഒരു അവധി ദിവസമോ, സഡനായിട്ട് തിരുവനന്തപുരത്ത് എന്തോ ഒരു ഇതിന് വന്നിട്ട് നേരെ മെൻ്റൽ ആശുപത്രിയിൽ ഒരു സന്ദർശനത്തിന് പോയി. അതൊരു സർപ്രൈസ് വിസിറ്റായിരുന്നു. സൂപ്രണ്ട് സ്ഥലത്തില്ല. ഇതടക്കി വാണിരുന്ന ഒരു ഏകഛത്രാധിപതിയായിട്ട്, സ്വേച്ഛാധികാരിയായിട്ട്, ഒരു കിങ്കരന്മാരെ വെച്ച് ഭരിച്ചുകൊണ്ടിരുന്ന സൂപ്രണ്ട്, വെരി പവർഫുൾ മാൻ, പൊളിറ്റിക്കലി വെരി പവർഫുൾ. പുള്ളി സ്ഥലത്തില്ലാത്ത ദിവസമാണ് അവരെത്തിയത്. ഇതൊരു ടിപ്പിങ്ങാണ്. അവർ പോയി അവിടുത്തെ ഫീമെയിൽ വാർഡൊക്കെ പോയി കണ്ട്. അപ്പോൾ ഇവർ കൽക്കട്ടയിലെ തെരുവുകളിൽ പുഴുക്കളരിച്ച് കിടക്കുന്ന അഗതികളെ കണ്ട് കണ്ണിന് തഴക്കം വന്ന അമ്മയ്ക്ക് ഇത് പോലും സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് അവരവിടെ കണ്ടത്. നേരെ പോയി ഒരു പത്രലേഖകരെ വിളിച്ചു കൂട്ടി. ഷീ ഗേവ് എ പ്രസ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ഭയങ്കര ചലനങ്ങൾ സൃഷ്ടിച്ചു. പിന്നെ സൂപ്രണ്ട് തെറിച്ചു. ഭയങ്കര പവർഫുള്ളാണ്. പുള്ളി കോഴിക്കോട്ടേക്ക് തെറിച്ചു. പിന്നെ എന്നിട്ട് കുറച്ച് നാൾ കോഴിക്കോട്ടത്തെ എന്നൊരു ആൾ കുറച്ച് നാൾ വന്ന് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് പുള്ളിയും തെറിച്ചു. ഏതായാലും ഇതിൻ്റെ ഫലമായിട്ടും പിന്നെ വേറെ കുറേ ഉപജാപങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. അതൊന്നും ദീർഘിപ്പിക്കുന്നില്ല.
ഹെൽത്ത് സർവീസിലേക്ക് പോയി. പക്ഷേ അതിനൊരു നെഗറ്റീവ് വശമുള്ളത്, ഇന്ത്യയിൽ മൊത്തം 38 മാനസിക രോഗാശുപത്രികളാണുള്ളത്. അതെല്ലാം ഈ നോൺ ടീച്ചിങ് ഹോസ്പിറ്റൽസ് ടീച്ചിങ് ഹോസ്പിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ടീച്ചിങ് ഹോസ്പിറ്റലാകുമ്പം കാര്യങ്ങൾ മെച്ചപ്പെടുമെന്നൊരു അനുഭവമുണ്ട്, ഒരു ബിലീഫുമുണ്ട്, ഒരു വിശ്വാസവുമുണ്ട്. ആ സമയത്ത് നേരെ തിരിച്ച ഒരു ദിശയിലാണ് ഇത് വന്നത്. ആ സമയത്ത് 2 കാര്യങ്ങൾ നടന്നു. ഒന്ന് ആദ്യം വന്നത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താൽപ്പര്യ ഹർജി കേരള ഹൈക്കോടതിയിൽ വന്നു മെൻ്റൽ ആശുപത്രിയുടെ ദുരവസ്ഥയെക്കുറിച്ച്. അത് വളരെയധികം പ്രാധാന്യത്തോടെ കേരള ഹൈക്കോടതി ഏറ്റെടുത്തു. അതുപോലെ ഒന്ന് വന്നിട്ടുണ്ട്, ഡൽഹിയിൽ വന്നിട്ടുണ്ട്, കൽക്കട്ട ഹൈക്കോടതി വന്നിട്ടുണ്ട്. ഇത് 3ാമത്തതാണ് തിരുവനന്തപുരത്തല്ല, കൊച്ചി കേരള ഹൈക്കോടതിയിൽ വന്നത്. അതിനെ തുടർന്ന് ഒരു സെപ്പറേറ്റ് ബെഞ്ച് തന്നെ ഹൈക്കോടതി സ്ഥാപിച്ചു മെൻ്റൽ ആശുപത്രികളുടെയും മെൻ്റൽ പേഷ്യൻസിൻ്റെയും കാര്യത്തിന്. എല്ലാ കേസും അവിടെ പോകും ഇതിനെ സംബന്ധിക്കുന്ന എന്തായാലും. പിന്നെ 3 മെൻ്റൽ ആശുപത്രികൾക്കും ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ അധ്യക്ഷതയിലുള്ള നിരീക്ഷണ സമിതികൾ വന്നു. ഈ 2 ഡെവലപ്മെൻറ്റ് ഇത് ഒരു വലിയ, അപ്പോൾ അവർ തന്നെ ഓർഡർ ഇടും, കോടതി ഓർഡർ ചെയ്യും, ഇന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യണം, ഇന്ന വാർഡുകൾ നന്നാക്കണം, ഇതെല്ലാം നടക്കും. 2ാമത് അഭയ ഒരു സംഘടന, അത് ഞാനീ പറഞ്ഞ KV സുരേന്ദ്രനാഥ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഭയങ്കര ഒരു ആദർശ രാഷ്ട്രീയത്തിൻ്റെയും പരിസ്ഥിതിയുടെയും സാംസ്കാരിക ഉന്നതിയുടെയും എല്ലാം ഒരു പ്രകാശഗോപുരമായിരുന്നു. അദ്ദേഹം അധ്യക്ഷനും സുഗതകുമാരി ടീച്ചർ സുഗതകുമാരി കവയിത്രി സെക്രട്ടറിയുമായിട്ടുള്ള ഒരു സമിതി വന്നു, അഭയ. അതിനൊരു അര ഡസൻ സമർപ്പിത ചിത്തരായ പ്രവർത്തകർ. ഈ അഭയയുടെ പ്രവർത്തനങ്ങൾ ഭയങ്കര ഒരു ഉത്തേജനമായിരുന്നു. തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ഉടനെ ഞാനും അതുമായിട്ട് സഹകരിച്ചു. അപ്പോൾ അഭയയുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായിട്ട് പങ്കെടുത്തു. അന്നൊരു പ്രത്യേക സാഹചര്യമാണ്, ഈ സുഗതകുമാരി ടീച്ചറൊക്കെ വളരെ ആക്ടിവിസ്റ്റാണ്. എന്ത് ഇഷ്ടപ്പെടാതെ കണ്ടാലും സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കും. അപ്പോൾ മെൻ്റൽ ആശുപത്രിയിൽ അന്നത്തെ സൂപ്രണ്ട് അവരുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു, സഹകരണത്തിലായിരുന്നു. പക്ഷേ ബാക്കി ഡോക്ടർമാർക്ക് അവിടെ ചെറിയ കാര്യം വന്നാൽ ഇവർ ഡോക്ടർമാരെയൊക്കെ ശാസിക്കാനൊക്കെ പോവും. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു പ്രതിഷേധമൊക്കെ ഉണ്ട്. അതുകൊണ്ട് സൈക്യാട്രിസ്റ്റ് പൊതുവേ അവരുമായിട്ട് ഇച്ചിരി ഇടർച്ചയിലും എന്നാൽ അവരെ എതിർക്കാനുള്ള ഇതുമില്ലല്ലോ ഒക്കെ ആയിരുന്നു, സഹകരണം കുറവായിരുന്നു. പക്ഷേ എനിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിൽ കൂടെ മാത്രമേ ഞങ്ങളുടെ പാവപ്പെട്ട ഈ പാവപ്പെട്ടെന്ന് പറയുന്നത് സാധാരണ രോഗികളെ പോലെ അല്ല. മാനസിക രോഗികൾ രോഗം മാത്രമല്ല, കളങ്കം, വേണ്ടാത്തവരാണ്, ആവശ്യമില്ലാത്തവരാണെന്നൊരു തോന്നൽ, ആ സ്റ്റിഗ്മ, അതവരുടെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് ഡബിളി ഹാൻഡിക്യാപ്ഡാണ്. 2 രീതിയിൽ, രോഗം കൊണ്ടും ഈ സ്റ്റിഗ്മ കൊണ്ടും ഹാൻഡിക്യാപ്ഡാണ്. അവരെ എലിവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു കൈയും കൂടെ ഉണ്ടേ പറ്റുള്ളൂ. സമൂഹത്തിൽ നിന്ന് തന്നെ അത് വന്നേ പറ്റുള്ളൂ, എത്ര മെഡിക്കൽ സയൻസ് വളർന്നാലും. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതിക്കൊണ്ടിരുന്ന ഒരു സാമൂഹ്യ സോഷ്യൽ ആം ഓഫ് സൈക്യാട്രി ആണത്, ഈ അഭയ പോലൊരു പ്രസ്ഥാനം. ഞാൻ മാത്രമായിരുന്നു ഒരു പീരീഡിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചിരുന്നത്. പക്ഷേ അന്ന് ഞാൻ ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുടെ ലീഡർഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 2-3 സമിതികളിൽ അംഗമായിരുന്നു. അപ്പോൾ ഫ്രീക്വൻ്റായിട്ട് മാസത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഡൽഹിയിലൊക്കെ ഓരോ ഹൈ മീറ്റിങ്ങിന് പോവും. പിന്നെ പുനരധിവാസം, റീഹാബിലിറ്റേഷൻ, അതിനെപ്പറ്റിയുള്ള ഇതിൽ പോകാറുണ്ട്. ഡ്രഗ് അഡിക്ഷൻ്റെ സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് ഓഫീസറായിരുന്നു. അപ്പോൾ പല അവസരങ്ങളിലും ഈ സാമൂഹ്യ സേവനത്തിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യങ്ങളിലെല്ലാം തിരുവനന്തപുരത്ത് അഭയയുടെ സന്ദേശം, ആവിർഭാവത്തെക്കുറിച്ച് പറയും, അതിൻ്റെ സന്ദേശം അവതരിപ്പിക്കും. അപ്പോൾ അതുപോലത്തെ നല്ല സംവിധാനങ്ങളുണ്ട്. മദ്രാസിൽ പിന്നെ സ്കാർഫ് എന്നൊരു സംഘടനയുണ്ട്, അന്ധാര എന്നൊരു സംഘടനയുണ്ട്, പിന്നെ കൽക്കട്ടയിൽ സേവക് എന്നൊരു സംഘടനയുണ്ട്. ഇങ്ങനെ ഒരുപാട് നല്ല സംഘടനകളുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് കേരളത്തിലും വന്നു എന്നുള്ള ഒരു മെസ്സേജും ഒക്കെ പറയുമായിരുന്നു.
അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ സ്പെയർ ടൈം മുഴുവൻ ആശുപത്രിയിൽ നല്ല ജോലിയാണ്. ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത് ഈ സൈക്കാട്രിക് പേഷ്യൻസ്, സൈക്കാട്രിയിൽ വാസ്തവത്തിൽ PGs ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് വളരെ ഒരു ഇൻഫീരിയോറിറ്റി മനോഭാവമാണ്. ഒരു സൗകര്യവും ഇല്ല, പഠിപ്പിക്കലിനുള്ള ഇല്ല, ബാക്കിയുള്ള PGs പോലെയുള്ള ഇതില്ല. പക്ഷേ അവരെ കൂടെ കൊണ്ട് നടന്ന് അവിടുത്തെ കോമൺ ആയിട്ടുള്ളതിലൊക്കെ പങ്കെടുപ്പിച്ച് ഞാനും ഞാൻ പങ്കെടുക്കുമ്പോൾ അവർ കൂടെ വന്നിരിക്കും. അങ്ങനെ ആ ഒരു മനോഭാവം, ആ നെഗറ്റീവ് മൈൻഡ് സെറ്റ് മാറ്റിയെടുത്തത്, ഇതൊക്കെ ഒരു വലിയ ഇതാണ്. പിന്നെ രണ്ടാമത് മെഡിക്കൽ ഫീൽഡിൽ പൊതുവേ സൈക്കാട്രിക് ഡിസോർഡേഴ്സിനെ പറ്റി ഒരു അവജ്ഞയല്ല, ഒരു അകൽച്ച, ഒരു അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന, ഒരു സാമീപ്യം ഇല്ലാത്ത കൊണ്ടുണ്ടാകുന്ന ഒരു നിഗൂഢതയൊക്കെ ഉണ്ട്. ആ ഒരു മിസ്റ്ററി, ഒരു എലിമെൻ്റ് ഓഫ് മിസ്റ്ററി, ആ മിസ്റ്ററി മാറ്റാനും ഉള്ള ശ്രമം. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റിയത്, ഒന്ന്, എനിക്ക് നല്ല റിലേഷൻഷിപ്പുള്ള ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് എനിക്ക് ഫെയർലി ഐ വാസ് ഇൻ ടച്ച് വിത്ത് ദി മെയിൻ സ്ട്രീം മെഡിസിൻ ഓൾസോ. ഞാനെന്നും ഇൻറ്റേർണൽ മെഡിസിൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ എൻ്റെ അധ്യാപകരായിരുന്ന ഡോക്ടർ മാത്യു റോയ്, പിന്നെ ഡോക്ടർ കൃഷ്ണദാസ്, ഒരുപാട് അധ്യാപകർ വളരെ അടുപ്പമുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒരു സ്പേസൊക്കെ തന്ന്, അപ്പം പൊതുവേ നിലവാരം അങ്ങ് മെച്ചപ്പെട്ടു, പഠന നിലവാരം മെച്ചപ്പെട്ടു. മറ്റ് മെഡിക്കൽ ശാസ്ത്ര ശാഖകളെ പോലെ തന്നെ സൈക്യാട്രിയിലൊരു സയൻറ്റിഫിക്, ഇത് എൻ്റെ ഒരു ശ്രമം മാത്രമല്ല, ഈ സമയത്ത് സൈക്യാട്രിയും വളരുകയായിരുന്നു. വെസ്റ്റേൺ കൺട്രീസിൽ വളരുന്നതിൻ്റെ മാറ്റം ഇന്ത്യയിലും വന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ കൂടുതൽ ശുഷ്കവും പരിമിതവുമായിരുന്നപ്പം അതിൽ നിന്ന് വന്ന മാറ്റം കൂടുതൽ എന്താ പറയണ്ട, കൂടുതൽ അബ്രപ്റ്റായിരുന്നു, സ്ട്രഗിൾഡായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ സ്ട്രൈക്കിംഗ് ആയിരുന്നു. പിന്നെ മൂന്നാമത് എനിക്ക് മാധ്യമങ്ങളുമായിട്ട് നല്ല ബന്ധമായിരുന്നു തിരുവനന്തപുരത്ത്. ഞാനൊരു ഏർലി കോൺട്രിബ്യൂട്ടറായിരുന്നു. അപ്പോൾ അത് തരുന്ന ഒരു ഇത് എനിക്ക് അതെല്ലാം ഉപയോഗിച്ചു. കുറേ പ്രോഗ്രാംസ്, സോഷ്യലി റിലവൻറ്റ് പ്രോഗ്രാംസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി നടത്തി. ലഹരി ഉപയോഗം, പിന്നെ വേറൊരു ഏരിയ ഞാൻ ശ്രദ്ധിച്ചത് മെൻ്റൽ ഹെൽത്തിൻ്റെ വിവിധ ആസ്പെക്ട്സിൽ ഉള്ള പഠന പരിപാടികൾ, സെമിനാറുകൾ, അതെല്ലാ വർഷവും 2-3 ചെറിയ ഫണ്ടിങ്ങൊക്കെ വെച്ച് നടത്തുമായിരുന്നു. അതിനൊക്കെ ഉള്ള ഒരു പ്രസൻറ്റബിളായിട്ട് നടത്തുമായിരുന്നു. അതൊക്കെ കൂടെ ഒരു ഗുഡ് വില്ലുണ്ടായി. പിന്നെ ഈ അഭയയുടെ പ്രവർത്തനങ്ങൾ എല്ലാം കൂടെ ഒരു 10-15 വർഷത്തെ വർക്ക് കൊണ്ട് ഒരു മെഡിക്കൽ മെയിൻ സ്ട്രീം, വൈദ്യശാസ്ത്രത്തിൻ്റെ ആതുര ചികിത്സാ മേഖലയുടെ ഒരു മുഖ്യധാരയിലേക്ക് മാനസിക രോഗ ചികിത്സ എത്തിക്കാൻ പറ്റി. പക്ഷെ അന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എനിക്കൊരു നിംഹാൻസ് മോഡൽ. അവിടുത്തെ മോഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മെഡിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, സൈക്കോളജിക്കൽ സയൻസസ്, അത് സോഷ്യോ ബിഹേവിയറൽ സയൻസസ്, പിന്നെ ദി കൾച്ചറൽ ആസ്പെക്ട്സ്, ഇതെല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ചികിത്സാ പദ്ധതിയിലെ ചികിത്സയും പരിശീലനവും ഗവേഷണവും അത് ചെറിയ തോതിലേ പറ്റുള്ളൂ. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ടൊരു നിംഹാൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ ആശുപത്രിയിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മെൻ്റൽ ആശുപത്രി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനോടെ വന്ന് ഓട്ടോണോമസ് യൂണിറ്റായി ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രൂപം, അതിൻ്റെ ഒരു മോഡലെന്ന് പറയുന്നത് കിട്ടിയത് നിംഹാൻസിൽ നിന്ന് തന്നെയാണ്. നിംഹാൻസിൻ്റെ മനസ്സിലെ ഒരു ശ്രീകോവിലായിട്ട് തന്നെ അന്ന് കയറി ഇന്നും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. അതൊന്ന് റെപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ച് ഞാൻ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ഗുഡ് വില്ലുണ്ടാക്കുന്നു. പക്ഷെ എനിക്കൊരിക്കലും അതിനുള്ള അവസരം കിട്ടിയില്ല. കാര്യം മന്ത്രിമാരായിട്ട് വന്നവരൊക്കെ വളരെ മിതമായ അജണ്ടയുള്ളവരൊക്കെയാണ്. അന്നത്തെ കാര്യം മാത്രമല്ല, ആരോഗ്യവകുപ്പിന് അന്ന് ഫണ്ടൊന്നുമില്ല. ഇന്നത്തെ പോലെ ഇന്നിപ്പം ഗവൺമെൻറ് 2000-ന് ശേഷം പിക്ചർ ഡിഫറൻ്റായി. അന്ന് നിത്യനിദാന ചെലവിന് പോലും ഫണ്ടില്ലാത്ത ഒരവസ്ഥയാണ് ആരോഗ്യവകുപ്പിന്. മെഡിക്കൽ എഡ്യൂക്കേഷനും അങ്ങനെ തന്നെയാണ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ.
ഫോൺ 9995444222. പിന്നെ എന്നെ പ്രചോദിപ്പിച്ച മറ്റൊന്ന് തൊട്ടപ്പുറത്ത് ശ്രീചിത്ര മെഡിക്കൽ സെൻറ്റർ, അത് പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. പിന്നെ RCC റീജിയണൽ ക്യാൻസർ സെൻറ്റർ. കൃഷ്ണനായ സാർ എനിക്ക് ജ്യേഷ്ഠതുല്യനെ പോലെയായിരുന്നു. അപ്പോൾ സാറിൻ്റെ സ്ട്രഗിൾ എനിക്കറിയാം. പക്ഷേ അതിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് സൈക്കാട്രിക്ക് കിട്ടൂല എന്ന് ധരിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ എൻ്റെ പ്രോബ്ലം ഞാൻ പിന്നെ പിൽക്കാലത്ത് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ അറ്റംപ്റ്റ് ചെയ്ത ഒന്നും അപ്രസക്തമായിരുന്നില്ല. പക്ഷേ ഒരുപക്ഷെ ഇറ്റ് വാസ് എ ലിറ്റിൽ പ്രീമച്വർ ആ കാലത്ത്. ഏതായാലും ആ ശ്രമവുമായിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും നന്നായിട്ട് സൈക്കാട്രി പഠിപ്പിക്കുന്ന 4-5 ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്നാണെന്ന് ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടി. രണ്ടാമത് ഞാൻ ഇന്ത്യൻ സൈക്കാട്രി സൊസൈറ്റിയുടെ പ്രസിഡൻ്റായ വർഷം. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ, ഈ മെൻ്റൽ പേഷ്യൻസിന് എന്തെങ്കിലും സപ്പോർട്ട് സിസ്റ്റം കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ അവരെ പാടാണ്, അവർക്കാര്യം വേണ്ട. അപ്പം ആ പീരീഡ് ഈ പുനരധിവാസം, വികലാംഗക്ഷേമത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇന്ത്യയിലുണ്ടായ സമയമാണ്. അന്ധത, ബധിരമൂകത, പിന്നെ ലോക്കോമോട്ടോർ ചലന വൈകല്യങ്ങൾ, ഇതിനൊക്കെ സപ്പോർട്ട് സിസ്റ്റംസ് വന്നു. പെൻഷൻ, റിസർവേഷൻ. പക്ഷേ ഈ സൈക്കാട്രിക് ഡിസോർഡേഴ്സിന് അതില്ല. പിന്നെ മെൻ്റൽ റിട്ടാർഡേഷനും വന്നു, ബുദ്ധിമാന്ദ്യം. മെൻ്റൽ ഡിസീസും ബുദ്ധിമാന്ദ്യവും ഒന്നല്ലല്ലോ. പക്ഷേ മെൻ്റൽ ഡിസീസിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ അതിലെല്ലാം ഈ ഡിസബിലിറ്റി, പരാധീനത, അതിൻ്റെ അളവെടുക്കാം, ഒരു തോത് നിശ്ചയിക്കാം. അത് 40% കൂടുതലാണെങ്കിലേ നമുക്ക് ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ ഗവൺമെൻറ്റിൻ്റെ സ്കീം അനുസരിച്ച്. അപ്പോൾ അതിനൊരു മാനകം വേണം, അതിനൊരു മാനദണ്ഡം വേണം. അപ്പോൾ ഞാൻ പ്രസിഡൻ്റായ വർഷം, ഞാൻ മില്ലനിയം പ്രസിഡൻ്റായിരുന്നു. മില്ലനിയം പ്രസിഡൻ്റ് 2001, മൂന്നാമത്തെ മില്ലനിയമാണല്ലോ, 21ാം നൂറ്റാണ്ട്. അതിൽ ആദ്യത്തെ വർഷത്തെ പ്രസിഡൻറ്റ് ഞാനായിരുന്നു. ഞാനൊരു പ്രസിഡൻഷ്യൽ പ്രോജക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്തു, ഇങ്ങനൊരു മാനകം ഉണ്ടാക്കുമെന്ന്. അത് നടന്നു കേട്ടോ. അതിന് ഏറ്റവും ഞാൻ എക്സ്പെർട്ടല്ല, അതിന് എക്സ്പെർട്ടായിട്ടുള്ള വരച്ച് ഇന്ത്യയിലെ 10 സെൻറ്ററുകളിൽ അത് ടെസ്റ്റ് ചെയ്ത് ഒരു വർഷത്തിനകം ഇറക്കുമെന്നായിരുന്നു. 2002 കൽക്കട്ട കോൺഫറൻസ് വെച്ച് ഞാൻ സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് അത് ഇപ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യത്തിന് സമർപ്പിച്ചു, അതെല്ലാം റിലീസ് ചെയ്തു. ഒഫീഷ്യൽ സ്കെയിൽ ഓഫ് ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി. ഇത്രയും പറയുന്നത് ഇതൊരു വലിയ ചാരിതാർത്ഥ്യം തന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ചാരിതാർത്ഥ്യത്തിന് വേറൊരു കാര്യം, ഈ സ്കെയിൽ ഇറക്കുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ലോബി ചെയ്യാനൊരു സാഹചര്യം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് ഡൽഹിയിലൊക്കെ പോകുന്ന സമയമായിരുന്നു. അപ്പോൾ എന്തിനു പോയാലും ഒരു ദിവസം കൂടെ നിൽക്കും. ഇതിൻ്റെ കാര്യമായിട്ട് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ ചില നല്ല ആളുകൾ, ഒരു മിനിസ്റ്റർ മേനോൻ, ഒരു പാണ്ഡെ, 2 ജോയിൻറ്റ് സെക്രട്ടറിമാർ, പിന്നെ പൊളിറ്റിക്കൽ ലെവലിലും ചിലരെ സഹായിച്ചു. പൊളിറ്റിക്കൽ ലെവലിൽ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ അവർ ഈ മിനിസ്ട്രികളെ ചലിപ്പിക്കാനായിട്ട് PK വാസുദേവൻ നായർ കേരള മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം അത് കഴിഞ്ഞ് MP ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടാൻ സാഹചര്യം വന്നു. അപ്പോൾ ഈ PKV 2-3 പ്രാവശ്യം എന്നോടൊപ്പം വന്ന് ഈ മിനിസ്ട്രി ഓഫ് സോഷ്യൽ വെൽഫെയറിൽ വന്ന് സെക്രട്ടറിയെ കാണുക. പിന്നെ ചില IAS ഓഫീസർമാർ വളരെ അധികം ഹെൽപ്പ് ചെയ്തു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ജനുവരി അവസാനം കൽക്കട്ടയിൽ വെച്ച് ഞങ്ങളുടെ ഒരു സംഘടനയാണ്, പ്രൊഫഷണൽ സംഘടന, ഡിക്ലെയർ ചെയ്ത ഈ മാനദണ്ഡം ഐഡിയാസ് എന്നാണ് പറയുക, IDEAS, ഇന്ത്യൻ ഡിസബിലിറ്റി ഇവാലുവേഷൻ അസസ്മെൻറ്റ് സ്കെയിൽ എന്ന് പറയുന്ന ഈ ഒരു സ്കെയിൽ, അതായത് മാനസിക രോഗം കൊണ്ടുള്ള പരാധീനത, ഡിസബിലിറ്റി അളക്കുന്ന ഈ സ്കെയില് ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി പ്രഖ്യാപിച്ച സ്കെയില് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു അസാധാരണ ഗസറ്റിൽ കൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കെയിലായിട്ട് അംഗീകരിച്ചു. ഇതുപോലൊരു സംഭവം വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലോ വേറെ ഏതെങ്കിലും രോഗികളുടെ കാര്യത്തിലോ നടന്നിട്ടുണ്ടോ എന്ന്, അതൊരു ഭാഗ്യം. അതിന് ഒരുപാട് പേര് സഹായിച്ചു. പക്ഷെ അതിലൊരു വലിയ പങ്ക് എൻ്റെ ചെറിയ ലെവലിൽ. എന്നെ സംബന്ധിച്ച് കേരളത്തിനകത്ത് മാനസിക രോഗ ചികിത്സയെ നവീകരിക്കാൻ, അതിനെ കുറച്ചുകൂടെ വൈദ്യശാസ്ത്രത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും നടത്തിയ ശ്രമത്തോടൊപ്പം ദേശീയ തലത്തിൽ ഇങ്ങനൊരു സംഭാവന ചെയ്യാനും കൂടി എനിക്ക് അവസരം കിട്ടി.
അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 2002 ഞാൻ സൈക്യാട്രിയോട് വിട പറഞ്ഞു. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടന്നില്ല. അത് കുറച്ച് പ്രിമച്വറായിരുന്നു. പിന്നെ ഫേവറബിളായിട്ടുള്ള ഒരു അന്തരീക്ഷം വന്നില്ല. അത് പാളിപ്പോയി. അത് മാത്രമല്ല, അതിൻ്റെ ഒരു സ്കീം കോഴിക്കോട്ടേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് പോവുകയും ചെയ്തു ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അത് കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. കോഴിക്കോട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തമിഴ്നാടുമായിട്ട് നല്ല ഒരു ഫീഡിങ് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടും. ഈവൻ എക്കണോമിക്കായിട്ടുള്ള ഒരു ഫണ്ട് റൈസിങ് പോലും സാധിക്കുമായിരുന്നു. കാര്യം പേഷ്യൻസ് ഒരു ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിംഹാൻസ് എങ്ങനെയാണല്ലോ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ശ്രീചിത്ര, പിന്നെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, സോഷ്യൽ സയൻസ് റിസർച്ചിന് ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു സാന്നിധ്യം അതിനെ ഒരു നല്ല ഒരു പഠന ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറ്റുമായിരുന്നു. ഇതെല്ലാം സാധ്യമായിരുന്നു. പക്ഷേ എനിക്കൊരു സ്ഥാനചലനം വന്നു. പിന്നെ അതിന് ശേഷം വല്ല പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിൽ ഒരു ത്രസ്റ്റ് കിട്ടാതെ പോയി. കാര്യം തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്കീമാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത്. അതിപ്പം അങ്ങനെ പറയാൻ ശരിയല്ല ഇവിടെ, പക്ഷേ ഇപ്പോഴും പ്രസക്തമാണ്. അതിന് സാധ്യതയുണ്ട്. 2000 വർഷത്തിന് ശേഷം ആരോഗ്യ വകുപ്പിൻ്റെ കാര്യം വ്യത്യസ്തമായി. ഒരുപാട് സെൻട്രൽ ഫണ്ടിങ്ങാണ്, ഇൻ്റർനാഷണൽ ഫണ്ടിങ്ങാണ്. ഞങ്ങളൊക്കെ ഞാൻ പ്രിൻസിപ്പാളായിരുന്നപ്പോഴും അത് കഴിഞ്ഞ് DME ആയിരുന്നപ്പോഴൊക്കെ ഭയങ്കര ഷോർട്ടേജ് ഓഫ് മണിയാണ്. ഞാൻ പറയാറുണ്ട്, കേരളത്തിൽ ഡെഡ് ബോഡി ആദ്യമായിട്ട് വിറ്റ് ലാബിന് വേണ്ടി കോളേജിന് വേണ്ടി ഫണ്ടുണ്ടാക്കിയ ഒരു പ്രിൻസിപ്പാൾ ഞാനാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ. കാര്യം ഞങ്ങൾക്കിവിടെ ഡെഡ് ബോഡി കൂടുതൽ കിട്ടി അനാട്ടമിക്ക് വേണ്ടതിനേക്കാളും. അങ്ങനെ 4 ബോഡി അവിടുത്തെ ഒരു ഹോമിയോ കോളേജിന് വിറ്റ് അവിടുത്തെ അനാട്ടമി പ്രൊഫസർ എൻ്റെ അനുമതിയോടുകൂടി, ഞാൻ പ്രിൻസിപ്പാളാണ്. കാര്യം വർഷങ്ങൾക്ക് ശേഷം വേറൊരു അനാട്ടമി പ്രൊഫസറെ അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യാൻ വരെ പോയി കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ചെന്ന് പറഞ്ഞു, ഞാനാണ് ഇത് ആദ്യം ചെയ്തത്. നിവൃത്തിയില്ല, ഫോർമലിൻ വാങ്ങാൻ പൈസ ഇല്ല കോളേജിന്. അതായത് ഡെഡ് ബോഡി സൂക്ഷിക്കാനുള്ള ഫോർമലിൻ വാങ്ങാൻ ഫണ്ടില്ല. അപ്പോൾ 4 ബോഡി എക്സ്ട്രാ ആണ്. കോട്ടയത്ത് 8 ബോഡി മതി അനാട്ടമി ക്ലാസ് നടത്താൻ. 12 ബോഡി ഉണ്ട് ഒരു ദിവസം. 4 ബോഡി വിറ്റ് പൈസ വാങ്ങി ഒരു പ്രൊഫസറുടെ ഒരു ഫണ്ടിലിട്ട്. ഞാൻ വാങ്ങിയില്ല. പക്ഷേ ഞാൻ ചെന്ന ഗവൺമെൻറ് സെക്രട്ടറിയോട് പറഞ്ഞു, അവരുടെ പേരിൽ ആക്ഷനൊന്നും എടുക്കണ്ട, ആദ്യത്തെ കുറ്റവാളി ഞാനാണെന്ന്. അപ്പോൾ ആ കാലത്തിൽ ഒന്നും നടക്കില്ലായിരുന്നു. അതുകൊണ്ട് അതൊരു ദുഃഖമായിട്ട് മനസ്സിൽ നിന്നു. കാര്യം വളരെ കാലം മനസ്സിൽ കൊണ്ട് നടന്ന ഡോക്ടർ വർമ്മയാണെങ്കിൽ എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, യു പ്രിപ്പയർ എ പ്രോജക്റ്റ്, പ്രിലിമിനറി അക്സെപ്റ്റ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എക്സ്പേർട്സിനെ ഞാൻ ഫ്രീ ആയിട്ട് വെച്ച് തരാം. ഞങ്ങൾ കുറച്ചൊക്കെ ശ്രമിച്ചു, അത് പോയി. ഇതെല്ലാം നോവുകളാണ്, നൊമ്പരം ധാരാളം ഉള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ചിന്തിച്ചാലും, എത്ര കാലം കഴിഞ്ഞ് ചിന്തിച്ചാലും, എങ്ങനെയൊക്കെ പറഞ്ഞാലും, എത്ര സോഫ്റ്റായിട്ട് പറഞ്ഞാലും നോവുകളുണ്ട്. പക്ഷെ അതോടൊപ്പം നിലാവുമുണ്ട്. നിലാവെന്ന് പറഞ്ഞ് എന്തിനു പറയുന്നു എന്ന് വെച്ചാൽ, നിലാവ് നമുക്കെല്ലാം ഇഷ്ടമല്ലേ. ആ നിലാവിൻ്റെ കുളിര്, അത് കണ്ണിന് തരുന്ന ആ സുഖം, അതുപോലെ ആലോചിക്കുമ്പോൾ ഇതിലെല്ലാം നിലാവുമുണ്ട്. ഞാൻ മരത്തിൽ അടിച്ചു കെട്ടി അടിച്ച് പഞ്ചറാക്കിയ ഒരാളായിരുന്നു ഞാൻ പറഞ്ഞ പിന്നെ ശശിധരൻ പിള്ള. അയാൾ മരത്തിൽ കെട്ടി അടിച്ച് പഞ്ചറാക്കുന്നിടത്ത് ഞാൻ ഇടപെട്ട് അതിൽ നിന്ന് അയാളെ മോചിപ്പിക്കേണ്ട ഒരു യുദ്ധം ഞാൻ നടത്തിയിട്ടുണ്ട്. ആ മനുഷ്യന് 3-4 വർഷം കഴിഞ്ഞ് MDയും പഠിച്ചു കഴിഞ്ഞ് ലിത്തിയം ചികിത്സയ്ക്ക് വിധേയനാക്കി. അയാളാണ് കേരളത്തിൽ ആദ്യമായിട്ട് ലിത്തിയം ചികിത്സ എടുക്കുന്ന ആൾ. അയാൾ പോലും അറിഞ്ഞിട്ടില്ല. 39 വർഷം ആ ചികിത്സയുടെ തുടർച്ച എനിക്ക് കിട്ടി. എൻ്റെ ഒരു ടോക്ക് കഴിഞ്ഞ വർഷം ഞാൻ കൊടുത്തത് ലിത്തിയം MOS ആണ്, ലിത്തിയത്തിൻ്റെ അനുഭവങ്ങൾ. അപ്പോൾ നമുക്ക് അതൊക്കെ നിലാവാണ്. പിന്നെ മറ്റൊന്നുണ്ട്, മാനസിക രോഗികളെ ലൂനാറ്റിക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിലാവിൻ്റെ ഓളങ്ങൾക്കനുസരിച്ച് മനസ്സിന് വരുന്ന ഓളങ്ങളാണ് മാനസിക രോഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുമായിട്ട് പേരിട്ടപ്പം വിചാരിച്ചതല്ല. ചുരുക്കത്തിൽ മാനസിക രോഗ മേഖലയിൽ എൻ്റെ സംരംഭങ്ങൾ, യുദ്ധങ്ങളെന്നൊന്നും പറയാം, വിപ്ലവം എന്നൊന്നും പറയണ്ട, പക്ഷെ ഒരു പരിവർത്തനമായിരുന്നു. അതിൻ്റെ ഒരു അനുഭവം നോവും നിലാവും ആയിട്ട് മനസ്സിൽ കൊണ്ട് നടന്നു. അതാണ് ഞാൻ
ചെറിയ അനുഭവങ്ങളിൽ കൂടെയും അവയെ ലിങ്ക് ചെയ്തുള്ള ചില വിചിന്തനങ്ങൾ റിഫ്ലക്ഷൻസിൽ കൂടെയും അവതരിപ്പിച്ചത്.